പ്രിയപ്പെട്ടവരെ, ഇർഫാന, മിത, റിത, ഐഷ ഇവരുടെ രക്തസാക്ഷിത്വം യഥാർത്ഥത്തിൽ സർക്കാരിൻ്റെ അനാസ്ഥയല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്. 2022 ജൂലൈ മാസമാണ് കോങ്ങാട് MLA ശാന്തകുമാരി ശ്രദ്ധ ക്ഷണിക്കലിന് ഈ വിഷയം കൃത്യമായി നിയമസഭയിൽ ഉന്നയിച്ചത്. നിയമസഭയിൽ ശാന്തകുമാരി MLA പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ 2022 ജൂലൈ മാസം വരെ ഈ പ്രദേശത്ത് മാത്രം നടന്നത് 55 അപകടങ്ങളാണ്. 65 പേർക്ക് പരിക്കേറ്റു, 7 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഈ 4 പേർ കൂടി മൊത്തം 11 പേർക്കാണ് സർക്കാരിൻ്റെ നാസ്ത കൊണ്ട്, റോഡ് നിർമ്മിക്കുന്നതിലെ അശാസ്ത്രീയത കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. 2 മണിക്കൂറോളമാണ് നാട്ടുകാർ റോഡ് ഉപരോധിച്ചത്. നാളെ കളക്ടറുടെ നേതൃത്വത്തിൽ ചർച്ച നടത്താമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. 2 വർഷമായി ആ റോഡിൻ്റെ വളവ് നികത്തണമെന്നും മഴയത്ത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾ തെന്നിമാറുന്നത് അപകടമുണ്ടാക്കുന്നുവെന്നുമുള്ള നാട്ടുകാരുടെ പരാതി ഒന്ന് കേൾക്കാനെങ്കിലും കളക്ടർ തയ്യാറായത്. കുട്ടികളുടെ മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ്. ലോറിയുടെ ഡ്രൈവറും ക്ലീനറും നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സ തേടി. ഇവരിൽ നിന്ന് പോലീസ് മൊഴിയെടുക്കുകയാണ്. മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ അപകടത്തിൽ അനുശോചിച്ചിട്ടുണ്ട്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പാലക്കാട് ജില്ലാ കളക്ടറോട് സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇക്ബാൽ അറക്കലും ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് അഷ്കർ അലി കരിമ്പയും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ അഷ്കർ അലി കരിമ്പയിലേക്ക് പോകുന്നു. അഷ്കർ അലി കരിമ്പ, വൈകിയെത്തിയ പ്രേക്ഷകർക്ക് എങ്ങനെയാണ് അപകടം നടന്നത് എന്ന് ആ സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് ഒന്ന് വിശദമാക്കൂ. എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന ലോറി എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത്? ഈ കുഞ്ഞുങ്ങൾ എവിടെ നിൽക്കുകയായിരുന്നു? അതിൽ ഉണ്ടായിരുന്ന ഒരാൾ എങ്ങനെയാണ് അത്ഭുതകരമാം വിധം രക്ഷപ്പെട്ടത്? അഷ്കർ അലി. അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. പനമ്പാട് അപകടം നടന്ന സ്ഥലത്താണ്. എൻ്റെ പിന്നിൽ കാണാം, ഈ റോഡ് കാണാം. ഈ റോഡിനെതിരെയാണ് കഴിഞ്ഞ 2 വർഷമായി നിരന്തരമായി ഇവിടുത്തെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. വലിയ തോതിൽ പരാതികൾ നൽകി, നിരവധി പേർക്ക് പരാതി നൽകി, നിരവധി പേർക്ക് ചർച്ച നടത്തി. പക്ഷേ എന്നിട്ട് പോലും ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളതാണ്. ഈ ഭാഗത്താണ് ഞാൻ ഇവിടെ ഇതിന് തൊട്ടടുത്ത് 1 കിലോമീറ്റർ അകത്താണ് കരിമ്പ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. അഥവാ ഈ 4 വിദ്യാർത്ഥികളും പഠിക്കുന്ന, അവർ 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ പഠിച്ച, ഞാൻ ഉൾപ്പെടെ പഠിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാലയം എന്ന് പറയുന്നത് ഇതിനടുത്താണ്, 1 കിലോമീറ്റർ അകത്താണ്. അവിടെ നിന്നും ഈ സ്കൂളിൽ നിന്ന് നേരെ വന്ന് ദേശീയപാതയിലേക്ക് എത്തി ഈ റോഡ് അരികിലൂടെ നടന്നാണ് വിദ്യാർത്ഥിനികളൊക്കെ തന്നെ ഇവിടെ നിന്നും അവരുടെ വീടുകളിലേക്ക്, അഥവാ ഈ മരിച്ച പെൺകുട്ടികളുടെ നാടായ ചൊറിയിലേക്ക് നടന്നു പോകുന്നത്. ഈ റോഡ് അരികിലൂടെ നടന്നു വരുന്ന വിദ്യാർത്ഥികൾക്ക് മേലെയാണ് ഇപ്പോൾ ഈ ലോറി മറിഞ്ഞ അപകടമുണ്ടാകുന്നത്. റോഡ് അരികിലൂടെ എന്ന് പറയുമ്പോൾ റോഡിൻ്റെ അരികിൽ നല്ല വിശാലമായ പ്രദേശം തന്നെയാണ്, വലിയ വീതിയുണ്ട്. പക്ഷേ ആ പ്രദേശത്ത് കൂടിയാണ് ഇത്തരത്തിൽ വാഹനം വിദ്യാർത്ഥികൾ നടന്നത്. പക്ഷേ ഈ വിദ്യാർത്ഥികളുടെ മുകളിലൂടെയായിരുന്നു ഈ ലോറി മറിഞ്ഞത്. ഈ ലോറി മറിഞ്ഞ് കിടക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ലോഡ്, ആ വണ്ടിയിലുണ്ടായിരുന്ന ലോഡാണ് നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നത്. ഈ പ്രദേശത്ത് ഈ വിദ്യാർത്ഥികളുടെ മുകളിലൂടെ ഈ താഴ്ഭാഗത്തേക്കായി ലോറി മറിയുകയായിരുന്നു. പിന്നീട് ലോറി ഇവിടെ നിന്ന് എടുത്തു മാറ്റി. നമുക്ക് ഈ വീട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. ഏറെ കാലങ്ങളായി രാത്രി ഒന്ന് ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയാത്ത വീടിൽപ്പെട്ട ഒരു വീടാണ്. ഇങ്ങനെ ഇവിടെ 2-3 വീടുകളുണ്ട്. ഈ വീട്ടുകാർക്കൊക്കെ എന്നും ആദ്യം മാത്രമാണ് കൂട്ടിന്. കാരണം നിരന്തരമായ അപകടമുണ്ടാകുന്നു. പലപ്പോഴും അപകടമുണ്ടായി ആ അപകടം അവസാനം ചെന്നെത്തുന്നത് ഈ വീടുകളുടെ മുറ്റത്തേക്കാണ്. എത്ര തവണ അപകടമുണ്ടായിട്ടും എത്ര തവണ പരാതി നൽകിയിട്ടും അതിൽ പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇവരുടെ പ്രതിഷേധങ്ങൾക്കുള്ള ഏറ്റവും വലിയ കാരണവും. ഈ റോഡിൻ്റെ നമുക്കിവിടെ കാണാൻ കഴിയും. ഈ റോഡിൻ്റെ ഇവിടെ ഒരു വര പോലെ ഇട്ട് നമുക്ക് കാണാൻ കഴിയും. JCB ഉപയോഗിച്ച് മാന്തിയതാണ്. ഈ പ്രവൃത്തി എന്ന് പറയുന്നത് മുമ്പ് ഇവിടുത്തെ റോഡിൻ്റെ മിനുസം മൂലം അപകടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ്, അശാസ്ത്രീയത മൂലം അപകടം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞ് നിരവധി തവണ ചൂണ്ടിക്കാണിച്ച് അതിൻ്റെ പ്രതിഷേധം ശക്തമായപ്പോൾ അതിനവർ കണ്ട പരിഹാരമാണ് ഈ ഗ്രിപ്പ് നഷ്ടപ്പെടുത്താൻ, മിനുസം ഒഴിവാക്കി ഗ്രിപ്പ് ലഭിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ഈ പോറലുകൾ ഏൽപ്പിക്കുന്നത്. പക്ഷേ ഈ റോഡിൻ്റെ നമുക്ക് തന്നെ അറിയാം, ഈ റോഡിൻ്റെ 2 ഭാഗത്തുമുള്ള ഡ്രെയിനേജ് എന്ന് പറയുന്നത്, ഈ ഡ്രെയിനേജിൻ്റെ 2 ഭാഗത്തേക്കും വെള്ളം കൃത്യമായി മഴവെള്ളം ആ ഡ്രെയിനേജുകളിലേക്ക് പോകില്ല. മറിച്ച് ഈ റോഡിൽ നമ്മൾ കാണുന്നത് പോലെ ഈ റോഡിനെ ക്രോസ് ചെയ്തുകൊണ്ടാണ് വെള്ളം ഡ്രെയിനേജിലേക്ക് പോകുന്നത്. സ്വാഭാവികമായും ഈ വെള്ളവും തിരിവും അതിനോടൊപ്പം തന്നെ ഈ ഇവിടേക്ക് എത്തുന്ന വാഹനങ്ങളുടെ വേഗത കൂടിയാകുമ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ വാഹനം തെന്നി മറിയുന്നു. മാത്രമല്ല ഇവിടെ ഇട്ടിരുന്ന സിഗ്നലുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും, വരകളൊക്കെ മാഞ്ഞു പോയ അവസ്ഥയിലാണ് ഉള്ളത്. ഈ അപകടത്തിൻ്റെ അറിയിപ്പിന് വേണ്ടിയിട്ട് പല ഭാഗത്തും വരകൾ മാഞ്ഞു പോയിട്ടുണ്ട്. അവിടെ തന്നെ മിനുസമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ നിരന്തരമായൊരു ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തത്തിൽ കലാക്ഷിച്ചത്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഈ ഇന്ന്
മോട്ടോർ ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ. മോട്ടോർ വാഹന വകുപ്പിന് ഇവിടുന്ന് പരാതി നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ നാട്ടുകാർ നിരവധി തവണ ഇവിടെ MLA-ക്കും കലക്ടർക്കും ഇവിടെ പഞ്ചായത്തിനും എല്ലാവർക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രാദേശികമായി സമരങ്ങൾ നടത്തിയിരുന്നു. ഈ സമരങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടന്നിട്ട് പോലും പരിഹാരമുണ്ടാവാത്തതാണ് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിൽ കലാശിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇവിടെ നിങ്ങൾ ഒരുപാട് നാട്ടുകാരാണോ? അതെ അതെ, സ്ഥിരം അപകടം ഉണ്ടാവും. സ്ഥിര അപകടം ഉണ്ടാകുന്ന അവസരം. അപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടെ ഈ റോഡിൽ കല്ലടിക്കോട് മുതൽ കരിമ്പ വരെ നിത്യം അപകടം ഉണ്ടാകുന്ന ഒരു ഭാഗമാണ്. സ്ഥിരമായി പരാതി ഇവിടെ പ്രക്ഷോഭങ്ങളെല്ലാം നടന്നതാണ്. ഒരു പരിഹാരം ഇതുവരെ ആരും ഒന്നും കണ്ടിട്ടില്ല. സ്ഥിര അപകടം നടക്കുന്ന സ്ഥലമാണിത്. നേരത്തെ ഒരാഴ്ചയ്ക്ക് 4 ദിവസം ഉണ്ടാവും. മഴ പെയ്ത അപകടമാണ്. മഴ പെയ്ത് കഴിഞ്ഞാൽ അപകടമാണ് എന്നും. ഇവിടെ ഈ റോഡിൽ ഗ്രിപ്പ് ഇടാനുള്ള ശ്രമം നടത്തിയിട്ടുള്ളൂ, എന്നിട്ട് വല്ല കുറവുണ്ട്? ഒരു ഗുണമില്ല, മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അവർക്ക് സ്വയബോധം വന്നാൽ മാത്രമാണ് ഇവിടെ അപകടം നിലനിൽക്കുകയുള്ളൂ. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. ഒരു വശം ചെരിഞ്ഞിട്ട് റോഡ് അങ്ങനെയാണ് നിൽക്കുന്നത്. ഡ്രൈവർമാരെ നേരത്തെ കുറെ സമരങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുന്നുണ്ട്. പൗരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടത്തിയിട്ടുണ്ട്. PWD, റോഡ് അതോറിറ്റി, അതുപോലെ MLA-മാർ, അതുപോലെ എല്ലാ മുകളിൽ കൊടുക്കാൻ പറ്റുന്ന എല്ലാ അതോറിറ്റികൾക്കും ഇവിടുത്തെ നാട്ടുകാരും പൊതുസമൂഹവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. ഇത് ജനപ്രതിനിധികളെയും മേലുള്ള എല്ലാ അധികാരികളെയും ബോധിപ്പിച്ചിട്ടുള്ള വിഷയമാണ്. പക്ഷെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഒരു ചെറിയ പ്രതിഷേധം നടത്തി കഴിഞ്ഞാൽ അതിനെ ഒരു പൊടിക്കൈ ഇടുക എന്നുള്ള തരത്തിൽ എന്തെങ്കിലുമൊക്കെ വന്ന് കാട്ടിക്കൂട്ടുക എന്നതിനപ്പുറം ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്.